ഓക്കെ. ഇപ്പോൾ ഈ കാർത്തികപ്പള്ളി സ്കൂളിനകത്ത് വരെയാണ് കലാപം. വലിയ രീതിയിലുള്ള അടി നടന്നിരിക്കുന്നത് അവിടെ. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ്സാണ്, അപ്പുറത്ത് എസ്എഫ്ഐ അവർ തടയാൻ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ സംഘർഷമായിരുന്നു അവിടെ നടന്നിരുന്നത്. സ്കൂളിനകത്ത് അത്തരം ഒരു സംഘർഷം അതിന് ഉചിതമാണോ? അല്ല, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ. ഇതിനു മുമ്പ് ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളെ നമ്മളെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ടാണോ കാണേണ്ടത്? കാർത്തികപ്പള്ളി സ്കൂളിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പണം അനുവദിച്ചു. എൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷൻ മനോഹരമായ കെട്ടിടം പൂർത്തീകരിച്ചു. ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ടെൻഡർ ചെയ്ത് ഒരാൾ കൊടുത്തു. അപ്പോൾ കെട്ടിടം പൂർത്തീകരിച്ച് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അവിടെ നിന്ന് കുട്ടികളെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു വീഴ്ചയില്ല, കാരണം ഗവൺമെൻറ് പൈസ കൊടുത്തു, നമ്മളത് പൂർത്തീകരിച്ചു. വേണമെങ്കിൽ ഈ കെട്ടിടം ഉപയോഗിക്കാമായിരിക്കാം. അത് ആ സ്കൂളിലെ ആളുകൾ ചെയ്യാവുന്നൊരു കാര്യമാണ്. മറ്റേത് അതിൻ്റെ സ്ഥിതിഗതികൾ നോക്കിയിട്ട് ഇതിനാരാണ് അനുവാദം കൊടുത്തത്? വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ വർഷവും കൃത്യമായിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഫിറ്റ്നസ് കൊടുക്കേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് ഫിറ്റ്നസ് കൊടുക്കണം. കാർത്തികപ്പള്ളിയിൽ ആരാണ് ഫിറ്റ്നസ് കൊടുത്തത്? അവിടെ ചോദിച്ചാൽ പോലെ. അതിനകത്ത് എന്തെങ്കിലും പെശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫിറ്റ്നസ് കൊടുത്തതിനകത്ത് വീഴ്ച ഉണ്ടെങ്കിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കണം. അതിനൊന്നും ഞങ്ങളെതിരല്ല. പഞ്ചായത്ത് അവരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അവർ കൊടുത്തോ? കൊടുക്കാതാണോ ഈ കുട്ടികൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളത്? ഇരുന്നെന്നും ഇരുന്നില്ലെന്നും പറയുന്നു. ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തിനവിടെ ഇരുത്തി? ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അധ്യാപകർക്ക് കുറ്റമില്ല, അത് കൊടുത്താണല്ലോ കുറ്റം. അപ്പോൾ ആ കാര്യത്തിൽ നിയമപരമായി പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കേണ്ട കാര്യത്തിൽ എന്തിനാണ് രാഷ്ട്രീയം കലർന്നത്? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ചെന്നിത്തല നമ്മുടെ സ്കൂളിലൊരു കുട്ടി ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട് എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ ഇതേപോലെ തന്നെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായിരുന്നു. ഒരു പെൺകുഞ്ഞ് സൂയിസൈഡ് ചെയ്ത കേസാണ്. ഞാനവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ SP-യെയും കളക്ടറെയും വിളിച്ചു. നിഷ്പക്ഷവും നീതിപൂർവ്വം അന്വേഷണം നടത്താൻ പറഞ്ഞു. കാരണം എന്താണ് സംഭവിച്ച കാര്യം. അപ്പോൾ അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ കൊടിയുമായി വന്ന് സമരവും പ്രക്ഷോഭവും ആരംഭിക്കാൻ തുടങ്ങി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്കൂളായതുകൊണ്ട് രാഷ്ട്രീയം മാത്രമാണ്. വേണേൽ കൊടി ഉപയോഗിച്ച് സമരം ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പക്വമായിട്ട് ആ പ്രശ്നം കൈകാര്യം ചെയ്യണം. പോലീസിനെ കൊണ്ട് ഉപയോഗിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തിയപ്പോൾ അതിൽ മറ്റു തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് എത്തി. ആ പ്രശ്നത്തോടെ സോൾവ് ചെയ്തു. സമരത്തിന് വന്നവരടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഞാനടക്കം സംസാരിച്ചു. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങളത് അതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സ്കൂളായതുകൊണ്ട് എന്നാൽ കേന്ദ്രത്തിൽ ഇരിക്കട്ടെ, ഒരു സമരം എന്നല്ല ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ അവിടെ ഇത് ഇടിഞ്ഞു വീണു. അത് സംബന്ധിച്ചിടത്തോളം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അതിൻ്റെ പേരിൽ തീരുമാനം എടുക്കാം. ആ എടുക്കേണ്ടതിന് പകരം രാവിലെ ഒരു പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരെല്ലാം കൂടെ കൊടിയുമായിട്ട് വരുന്നു, പോലീസിനെ ഹറാസ് ചെയ്യുന്നു, ബലാത്കാരമായി അതിനകത്ത് കയറുന്നു. പുതിയ കെട്ടിടത്തിലോട്ട് കുട്ടികൾ മാറി അവിടെ പഠനം ആരംഭിച്ചു. പുതിയ കെട്ടിടത്തോട്ട് മാറി പഠനം ആരംഭിച്ചിടത്തോട്ട് വീണ്ടും പോവുക പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പോൾ പോലീസ് അറിഞ്ഞപ്പോൾ വീണ്ടും അത് കഴിഞ്ഞപ്പോഴത്തെ ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA ബഹുമാന്യ രമേശ് ചെന്നിത്തലയല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണ്ടേ? ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. ഞാൻ അതുകൊണ്ട് രാവിലെ സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ രാവിലെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഫാക്ട്സ് ഇതാണ്. അത് എന്നോട് പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ബന്ധപ്പെട്ട തീരദേശ വികസന കോർപ്പറേഷൻ MD ഷെയ്ഖ് പരീദിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ വസ്തുതകൾ പറഞ്ഞു. ഇതാണ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നു, ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയാൽ മതി. ഞാനപ്പോൾ രമേശിനടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പ്രവർത്തിപ്പിക്കാം, അതിന് വേറെ തടസ്സമില്ല. കെട്ടിടം പൂർത്തീകരിച്ചിട്ടിരിക്കുകയാണ്, പ്രവർത്തിക്കുക. ഇലക്ട്രിസിറ്റി കണക്ഷനും പുറകാലേ കിട്ടും. അപ്പോൾ അവിടെ MLA രമേശ് ചെന്നിത്തലയായതുകൊണ്ട് MLAയുടെ ഉത്തരവാദിത്വ കുറവാണ്, കെട്ടിടം ഇടിഞ്ഞു പോകണം ഞങ്ങൾ പറയില്ല. കാരണം MLA പിന്നെ എന്ന നിലയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചാൽ പോലെ. അതിൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ BJP-ക്കാർ അവിടെ പോയി സമരം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പ്രശ്നത്തെ പക്വമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ ഒരാൾ മരിച്ചു, നമ്മൾ കണ്ടല്ലോ. ആ സംഭവത്തിന് തുടർച്ചയായ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം വരെ എടുത്തെറിയുക, തല്ലിപ്പൊട്ടിക്കുക. എന്തിനാണ് ആംബുലൻസ് തടഞ്ഞത്? അപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് കിട്ടണം, അല്ലെ അധികാരത്തിൽ വരുമെന്നുള്ള ആഗ്രഹം. അതിൻ്റെ ഭാഗമായി എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക. അതൊരു തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത്തരം തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കത്തില്ല, എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നിയമാനുസൃതം നടപടി. ഇനി വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക. ഗവൺമെൻറ് ഭാഗത്ത് വീഴ്ചയുണ്ട്, ചൂണ്ടിക്കാണിക്കുക. അത് പരിഹരിക്കുക എന്നുള്ളതിൽ വേറെ മാർഗ്ഗമില്ലല്ലോ. നിയമാനുസൃതമായി തെറ്റുണ്ടെങ്കിൽ ആ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കട്ടെ.
അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ നടത്തേണ്ടത് ഒരു ഗവൺമെൻറ്റാണ്. ആ ഉത്തരവ് നിർവഹിക്കാം. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തെയും രാഷ്ട്രീയവൽക്കരിച്ച് മുദ്രാവാക്യം വിളിച്ച് പിന്നെ പോലീസുമായിട്ട് ഏറ്റുമുട്ടി സംഘർഷം ഉണ്ടാക്കുന്ന സമീപനം ഒട്ടും ശരിയായ രീതിയല്ലെന്നാണ് ആ പ്രശ്നത്തിൽ എൻ്റെ അഭിപ്രായം. ക്ലാസ് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകുന്നത്. രണ്ടുപേരും കൂടി ഏറ്റുമുട്ടുന്നത്, കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കൾ പോവുകയും ചെയ്തോളുന്നത്. അത് ക്ലാസ് മാറ്റിയല്ലോ. ഈ അവിടെ ഉണ്ടായ സംഭവത്തെപ്പറ്റി അന്വേഷിക്കട്ടെ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാം, നടപടി സ്വീകരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടുത്തെ പ്രഥമാധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു. തെറ്റായ ഒരു കാര്യം സംഭവിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായി നമ്മൾ കേട്ടാൽ പോലെ. ഈ വിഷയത്തിൽ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അവിടെ രാവിലെ എന്തിനാണ് പുതിയ ക്ലാസ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കെന്താ കാര്യം? അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവരവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടേ? കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. അവർക്ക് പ്രക്ഷോഭം നടത്താനാണെങ്കിൽ അവർ മറ്റ് തലങ്ങളിൽ അവിടെ താലൂക്ക് ഓഫീസിലോട്ട് മാർച്ച് ചെയ്താൽ പോലെ, അല്ലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലോട്ട് മാർച്ച് ചെയ്താൽ പോലെ, അല്ലെ MLA ഓഫീസിലോട്ട് മാർച്ച് ചെയ്താൽ പോലെ, അല്ലെ മന്ത്രിയുടെ ഓഫീസിലോട്ട് മാർച്ച് ചെയ്താൽ പോലെ. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? അവിടെ നിന്നാണ് സംഘർഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോധപൂർവമായി സംഘർഷം ഉണ്ടാക്കി രാഷ്ട്രീയമായ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ്. അതിനെ അവർ അതിൻ്റെ പിന്നെ തിക്താനുഭവം അവർക്ക് അനുഭവിക്കേണ്ടി വരും. അവരെ തിരിച്ചടി അവർക്ക് കിട്ടും. കാരണം ജനങ്ങൾ എല്ലാ കാലത്തും എപ്പോഴും ഈ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടല്ല കേരളം. പ്രശ്നങ്ങളെ പക്വമായി കൈകാര്യം ചെയ്യേണ്ടത് അതാണ്. ചെന്നിത്തല സ്കൂളിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത സമീപനവും ഇപ്പോൾ ഈ വിഷയത്തിൽ അവരെടുത്ത സമീപനവും ഞങ്ങൾ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആരവിടെ സംഘർഷം ഉണ്ടാക്കിയാൽ അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഏത് പാർട്ടിക്കാരവിടെ വന്ന് അവർക്കൊന്നും അവിടെ പറ്റേണ്ട കാര്യമില്ല. അവരുടെ ഒന്നും ഉത്തരവാദിത്തപ്പെട്ടതല്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉള്ള സ്ഥാപനമാണ്. അത് നയിക്കാൻ ഇവിടെ ഗവൺമെൻറ്റുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് പക്വമായിട്ട് അവർ കൈകാര്യം ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ കയറി ഇതിനെ പിന്നെ കൈകാര്യം ചെയ്ത് ഞങ്ങളിപ്പോൾ നന്നാക്കി എടുക്കാമെന്ന് അവർക്ക് ആർക്കും കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി അതിന് അവർ രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രവർത്തനം നടത്തട്ടെ. മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. അങ്ങനെ ആരെങ്കിലും വന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ പിന്നെ സംവിധാനങ്ങളുണ്ടല്ലോ, നിയമാനുസൃത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ നടത്തട്ടെ. എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം. ഞങ്ങളുടെ ജില്ലയിൽപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും CPM-നകത്ത് മന്ത്രിമാരും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും രംഗത്ത് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സംഭവം? അല്ല, അതെല്ലാം ഞങ്ങളുടെ പാർട്ടിയാണ് അഭിപ്രായം പറയുന്നത്. ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. വ്യക്തിപരമായി അത്തരം പ്രശ്നങ്ങളെപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അദ്ദേഹവുമായി വ്യക്തിപരമായ സൗഹാർദ്ദവും സ്നേഹവും ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല പിന്നെ പ്രവർത്തനങ്ങളോടും യോജിപ്പുണ്ട്. ആ യോജിപ്പെല്ലാം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് മാത്രമേ എനിക്കറിയേണ്ട കാര്യമുള്ളൂ. പാർട്ടി പറയുന്നതിനപ്പുറം എനിക്കൊരു നിലപാടുണ്ട്. അപ്പോൾ പാർട്ടി അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായി പാർട്ടി പറയും. വ്യക്തിപരമായ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒന്നും ഞങ്ങളാരും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തെ പിന്നെ അനുമോദിക്കാനുള്ള യോഗത്തിൽ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് തന്നെ ആളുകൾ പ്രസംഗിക്കും, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് ഇന്ന് നടന്നത്. ബഹുമാനപ്പെട്ട ചില മന്ത്രിമാർ അവിടെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും പ്രസംഗിച്ചു. ആ നേർന്ന പ്രസംഗത്തിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം അദ്ദേഹത്തെ പിന്നെ ആശംസിക്കാനും അദ്ദേഹത്തിന് ഇത്ര വർഷമായി അദ്ദേഹം സ്ഥാനത്തിരിക്കുന്നു അതിനെപ്പറ്റിയുള്ള അഭിനന്ദനം നൽകാനുള്ള യോഗത്തിൽ സ്വാഭാവികമായിട്ടും അത് പറഞ്ഞിട്ടുണ്ടാകും. മറ്റേ കാര്യം അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ കാര്യത്തെപ്പറ്റി CPM-ൻ്റെ നിലപാടാണ് എൻ്റെ നിലപാട്. അദ്ദേഹം ഒരു വിമർശനം കൂടെ ഉന്നയിച്ചു, CPM-ഉം സർക്കാരും മുസ്ലിം സംഘടനകൾക്ക് മുന്നിൽ മുട്ടിലിഴയുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഈ കേരളത്തിൽ വർഗീയതയോടും പോയിട്ടുള്ളവരല്ല. അതെല്ലാവർക്കും അറിയാം. അത് ന്യൂനപക്ഷ വർഗീയതയാണെന്ന് ഭൂരിപക്ഷ വർഗീയതയാണ്. ഒരു വർഗീയതയും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. അടിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയം അല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങൾ അങ്ങനെ പോകാറുമില്ല, പോയിട്ടുമില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അഭിമാനത്തോടെ നെഞ്ചു ഉയർത്തി പിടിച്ച് മുന്നോട്ട് പോകാനും കഴിയും. അതാണ് ഞങ്ങളുടെ നിലപാട്, വ്യക്തമായ നിലപാട്. പിന്നെ ഓരോ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പാർട്ടിയാണ് പ്രതികരിക്കേണ്ടത്. പാർട്ടി പറയട്ടെ.